എല്ലാവർക്കും ഫിഷ് ഓൺ വീൽസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബ്രാവോയുടെ ഒരു പുതിയ ഫ്രോഗ് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. കിഡിലൻ ഒരു ഫ്രോഗാണ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് അത് വെച്ചുള്ള ഫിഷിങ്ങിലേക്ക് പോവാം. ബ്രാവോയുടെ ചെറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് ബ്രാവോ കൊണ്ടുവന്ന ഇത് കണ്ട ഇത്രയും ചെറിയ സൈസുള്ള വരാലിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിറക്കിയിരിക്കുന്ന ഒരു ഫ്രോഗാണ്. ഹുക്കപ്പ് റേഷ്യോ ഒന്നും പറയാനില്ലതേ, ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മീനിൻ്റെ വായിൽ ഉറപ്പായിട്ട് കൊടുക്കും. ആ സൈസാണ്. ചെറിയ വരാലുകളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഉറപ്പായിട്ട് ഇവനെ മേടിച്ചോ. ഇത് കണ്ട ഇതിൻ്റെ മുകൾ വശം കണ്ട കിഡിലൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. താഴത്തും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്പിന്നറൊക്കെ ആയിട്ട് 5 ഗ്രാം വെയിറ്റേ ഉള്ളൂ. ആകെ 3.5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ സൈസേ ഉള്ളൂ. അതാണ് മുതൽ. നമുക്ക് ഇവനെ വെച്ച് ഒന്നത് ഈ കാണുന്ന ഭാഗത്തൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ബാ. അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മീൻ ഓടി ഈ ചാലിൽ കയറാം. ഒഴുക്കുള്ളതല്ലേ, ഭാഗ്യം ഉണ്ടെങ്കിൽ സ്ട്രൈക്ക് ചെയ്യും. അടിച്ച് കണ്ട ഞാൻ പറഞ്ഞാടാ മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഗൈസ് നമ്മളുടെ ബ്രാവോയുടെ ചെറി എന്ന് പറയുന്ന ഫ്രോഗാണ് കേട്ടോ ഇത്. ആ ഫ്രോഗിൻ്റെ അകത്താണ് നമുക്ക് മീൻ അടിച്ചിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു വരാൽ തന്നെ അടിച്ചിരിക്കുന്നത്. നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ് കേട്ടോ. ചെറിയ ഫ്രോഗ് ആയത് കാരണം ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ. ചെറിയ ഫ്രോഗ് ആയത് കാരണം നല്ലപോലെ മീനിൻ്റെ നമുക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ കിട്ടും. നമ്മളുടെ ഫസ്റ്റ് മീൻ നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ എടുത്ത് അതിനകത്ത് ഇടാം. അടിപൊളി. കിട്ടി 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 കിട്ടി. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി അടുത്തടിച്ച് കണ്ട നമ്മുടെ രണ്ടാമത്തെ വരാൽ. ഇത് ഒരു പ്രശ്നമുണ്ട്, ഇവൻ പോകാൻ സാധ്യതയുണ്ട്. എടാ പിടിച്ചാ അങ്ങോട്ട് പിടിച്ചാ അവിടെ ഇല്ല അത് ഞാൻ നോക്കി അതല്ലടാ കൂട്ടാ. ഞാൻ അങ്ങോട്ട് വരാതെ ഇവിടെ വെള്ളമില്ല രണ്ട് സൈഡും. അവൻ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോയി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയവർക്കുണ്ടോ ഇതുപോലെ റിസ്ക് എടുക്കണ്ടല്ലോ, എറിഞ്ഞു. അപ്പോൾ നമ്മളിതേ ഗൈസ് ബ്രാവോയുടെ ചെറിക്കകത്ത് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വരാൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വരാൽ നല്ല രീതിയിൽ മീൻ്റെ സ്ട്രൈക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എറിഞ്ഞു നോക്കാം. അവിടെ നിന്ന് കഴിഞ്ഞാലേ പാടമായത് കാരണം ചാടിപ്പോകാനുള്ള ചാൻസ് കൂടുതല. അങ്ങനെ ഒന്നോ അപ്പം പിന്നെ കുഴപ്പമില്ല. ഇതാണ് ഫ്രോഗ് ബ്രാവോയുടെ ചെറി. നമുക്കറിയാം നമ്മുടെ പയ്യൻ അനിയഞ്ചിറക്കം ഫ്രണ്ടേ പോയിട്ടുണ്ട്. പിന്നെ അടിക്കാൻ പറ്റിയ ഫോട്ടോ ആണല്ലോ ഇത്. അടിച്ച് കേസ് നമ്മുടെ ചെറിയിൽ ഇന്നത്തെ രണ്ടാമത്തെ വരാൽ കേട്ടോ. ഇത് കിടുക്കനായിട്ട് മീൻ കയറിയിട്ടുണ്ട്. അടിപൊളി അമ്പട സൂപ്പറായിട്ട് മീൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ചെറിയിലെ രണ്ടാമത്തെ വരാൽ കേട്ടോ. നല്ല രീതിയിൽ മീൻ തുറക്കത്തില്ല. ഇത് കണ്ട നല്ല രീതിയിൽ ഫ്രോഗ് അടിച്ച് വായി വെച്ചിരിക്കുകയാണ്. അത് കലക്കനായിട്ട് മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബ്രാവോയുടെ ഗ്രിപ്പർ നമ്മൾ മേടിച്ചതറിയാലോ. അപ്പോൾ നമ്മുടെ ബ്രാവോയുടെ ഗ്രിപ്പറിലാണ് നമ്മൾ മീനെ ഹോൾഡ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഫ്രോഗ് അകത്തിരിക്കുന്ന ഇരിപ്പ് കണ്ട. നമുക്കവനെ പയ്യെ ഒന്ന് അഴിച്ചെടുക്കാം. ഹുക്കപ്പ് റേഷ്യോ ഒരു രക്ഷയില്ലാത്ത ഹുക്കപ്പ് റേഷ്യോ ആണ് ഗൈസ്. ചെറിയ ഫ്രോഗ് ആയതുകൊണ്ട്
ഒരു പെട്ടെന്ന് അടിച്ച് അകത്ത് കയറ്റാനുള്ള വകുപ്പാണ്. നമ്മുടെ വരാലിനെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൊരു ഇടത്തരം സൈസ് വരാലാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവനെ നേരെ എടുത്ത് നമ്മുടെ കൊല്ലിക്കകത്തോട്ടിടാം. ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഇതുണ്ടോ, ചെറിയ ഫ്രോഗായത് കാരണം നല്ല രീതിയിൽ മീൻ അടിച്ചകത്ത് കയറ്റും. റബ്ബർ കണ്ടോ അത്രയും തെന്നി ഇരുന്നിട്ടും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അവനെ വെള്ളോട്ട് എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ് കണ്ട, ഒന്ന് തിരിച്ചിട്ടാൽ മതി, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടുത്തടിച്ച് നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വരാലാണ് കേട്ടോ ഗൈസ്. ചെറിക്കകത്ത് അടിച്ച് കയറി കഴിഞ്ഞാൽ മൂന്നാമത്തെ വരാലാണ്. എല്ലാം ചെറിയ വരാലാണ്, വലിയ വരാലല്ല. ഓക്കെ, അടിച്ച് അടിപൊളി വരാൽ. നമ്മുടെ ഇതിനകത്തടിച്ച നമ്മുടെ നാലാമത്തെ വരാലാണ് ഗൈസ്. നല്ല കിടിലൻ സാധനമാണ് കയറിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിക്കിൻ്റെ ലിപ്പുമായിട്ട് ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, ഇത്രയും വലിപ്പമുള്ള നല്ല കിടിലൻ വരാലാണ് നമുക്ക് നമ്മുടെ ചെറിക്കകത്ത് അടിച്ചിരിക്കുന്നത്. ബ്രാവോയുടെ ചെറി കിഡിലും സാധനമാണ് കേട്ടോ. ഹുക്കപ്പ് റേഷ്യോ ഉണ്ടോ, കിഡിലും ഹുക്കപ്പ് റേഷ്യോ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതേ മീനെ ഞാൻ നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് സാധനം, ഇതാണ് ഫ്രോഗ്. കണ്ട, ഇത്രയും സെറ്റായിട്ടാണ് നമുക്ക് ചെറിക്കകത്ത് മീൻ അടിച്ചിരിക്കുന്നത്. കിഡിലെ ഹുക്കപ്പ് റേഷ്യോ ആണ് ഗൈസ്. നമ്മൾ മീനെ ഊരി എടുക്കേണ്ടത്. ഇത് അത്യാവശ്യം നല്ല വരാലാണ് കേട്ടോ. അടിപൊളിയായിട്ട് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഫ്രോഗാന്നൊന്നും പറയണ്ട, കിഡിലും സ്ട്രൈക്ക് റേഷ്യോ ആണ്. നമ്മുടെ ഇന്നത്തെ നാലാമത്തെ വരാലാണ്. ഫോളോ അടിക്കാനുള്ള ആരോഗ്യമില്ല. അതടിച്ച് യെസ്, നമ്മളതെ അഞ്ചാമത്തെ വരാല് ഗൈസ്. ചെറി പൊളിക്കാണ്, അട്ടിപ്പൊളി സാധനമാണ്. ഇതേ നമ്മുടെ ഇന്നത്തെ അഞ്ചാമത്തെ വരാൽ. ഇതും അത്യാവശ്യം നീറ്റ് വരാൽ തന്നെയാണ് കേട്ടോ. ഇത്രയും വലിപ്പമുള്ള നല്ല കിടിലിന് ഒരു വരാൽ തന്നെയാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. ഹുക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതെ നല്ല കിടില ഹുക്കപ്പാണ്. ഇത് കണ്ട, വായുടെ അകത്ത് പ്രോപ്പറായിട്ട് കയറും. സ്പിന്നർ വിട്. ഇത് കണ്ട, ഫ്രോഗ് നൈസായിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യേണ്ട കേസേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, കിടിലൻ. നമ്മുടെ ഇന്നത്തെ അഞ്ചാമത്തെ വരാൽ. അതും കയറി. ചെറിയ വരാല, പൊടി വരാല. അടിപൊളി, ചെറിയ വരാലല്ല മോനെ, അടിപൊളി. ചെറിയ വരാലല്ല മോനെ, ചെറിയ വരാലല്ല മോനെ, കിടിലൻ വരാൽ ഗൈസ്. നമ്മുടെ ആറാമത്തെ വരാലാണ് കേട്ടോ ഗൈസ്. ഇന്നത്തെ ആറാമത്തെ വരാലാണ് നമുക്ക് അടിച്ചിരിക്കുന്ന ബ്രാവോയുടെ ചെറി. അത് തന്നെ സാധനം ഉണ്ടോ. ഓ, ഹുക്കപ്പ്, കിടില ഹുക്കപ്പ്. ആറാമത്തെ വരാലാണ് ഗൈസ്. അത്യാവശ്യം ന്യായമായ വലിപ്പമുള്ള കിടിലൻ ഒരു വരാൽ തന്നെയാണ് കേട്ടോ അടിച്ച് കയറിയിരിക്കുന്ന. ഓക്കെ,
നമുക്ക് വീണ്ടും അറിയാം. ഇതേ ഫ്രോഗ് ഉണ്ടോ? ഫ്രോഗ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചളങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പവും അതിനില്ല. നമ്മളവനെ വലിച്ചിടുക, പരിപാടി കഴിയണ്ട. ഇത്രയേ ഉള്ളൂ സാധനം. ചെറിയ ഫ്രോഗ് ആയത് കാരണം മാരക സ്ട്രൈക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തടിച്ച് ഓയ്യോ മോനെ, അടുത്തടിച്ച് ഓയ്യോ മോനെ. കിടിലം വരാല് ഗൈസ്, 7ാമത്തെ വരാലാണ്. മോനെ എന്നാ ഒരു മുതലാന്ന് നോക്കി അടിച്ചത്. കിടിലം വരാലാണ് ഗൈസ്. ഇതേ നമ്മുടെ ഇന്നത്തെ 7ാമത്തെ വരാലാണ് കേട്ടോ. 7ാമത്തെ വരാൽ കിടിലനായിട്ട് മീനടിച്ചിട്ടുണ്ട്. ഓക്കേ, പൊളി, ഒരു രക്ഷയില്ല. ബ്രാവോയുടെ ചെറി, ഓഹോ ബ്രാവോയുടെ ചെറിയാണ് ഫ്രോഗ്. ഒരു രക്ഷയില്ലാണ്ട് ഹുക്ക് ബ്രഷ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വലിപ്പമുള്ള നല്ല ഒരു വരാലാണ് കേസ് അടിച്ചിരിക്കുന്നത്. ഇതുണ്ട പക്കയായിട്ട് ചുണ്ടേ തന്നെ ഹുക്ക് കയറും, നമുക്ക് അഴിച്ചെടുക്കാൻ സുഖമാണ്. പോലെ അടുത്തടിച്ച് അടുത്തടിച്ച് 8ാമത്തെ വരാൽ. ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടില്ല സാധനം. ആടി 8ാമത്തെ വരാലാണേ. അടിപൊളി. ഗൈസ്, അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു രക്ഷയില്ലാത്ത സ്പൈക്കാണ് ചെറിയക്കകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാടൻ വരാൽ പിടിക്കാനായിട്ട് ഫ്രോഗ് തപ്പി നടക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്രോഗിൻ്റെ റിസൾട്ട് കണ്ടല്ല, ഒരു രക്ഷയില്ല. എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഫിഷിംഗ്. Bye from Fish on Reels.